ഒഴിക്കുക. എന്നിട്ട് തോർത്താം കേട്ടോ. തോനെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ജലദോഷം ഉണ്ടെങ്കിൽ അതാ ചെയ്യുക. വെള്ളമല്ലേ നമ്മൾ തല കുമ്പിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് ഒഴിക്കുക ചൂടുവെള്ളം. എന്നിട്ട് അപ്പം തന്നെ തോർത്തുക. രണ്ടാമത് ഒഴിക്കാൻ നിൽക്കണ്ട. എന്താ ഒരു തിരക്ക്, ആരും വന്നിട്ടില്ല. ഒറ്റയ്ക്കാണ് തിരക്കാക്കുകയാണ്. ഒറ്റയ്ക്കാണ് തിരക്കാക്കുകയാണ് പറയാ. വെറുതെ അല്ലേ രാവിലെ കുട്ടികളെ തണുപ്പായിട്ട് വരെ ഇവിടെ ഇരിക്കുന്നു. രാവിലെ കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കണ്ടേ, അതിന് വേണ്ടി തിരക്കാക്കുക, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവർക്കും തണുപ്പാണ്, തൊണ്ടവേദനയാണ്. ഇനി ഇല്ലാതെ പോയില്ല. എല്ലാം കൂടി ഒപ്പാണ് കാലാവസ്ഥ. കാലാവസ്ഥ വ്യതിയാനം. തലേദിവസമായിട്ടോ, തലേദിവസം പറഞ്ഞു അന്ന് ശനിയാഴ്ച പറഞ്ഞ് തലേ ദിവസമായി. പന്തലൊന്നും ഇട്ടില്ല. ഇനിയിപ്പോ പന്തലും ഉണ്ടാവില്ലേ? നിങ്ങൾ മുറ്റത്തിരുന്നോളൂ പറഞ്ഞു. പിന്നെ പന്തലിടണ്ടേ? സമയം എത്രയില്ലേ? ഇന്നലെ വരാന്ന് പറഞ്ഞാണ്. സങ്കടം വരുന്നു ലേട്ടാ. അല്ലെങ്കിലേ പന്തല് വന്നിട്ടില്ല, ഒന്നും എത്തിയില്ല. മൊത്തം പറഞ്ഞു ഇമ്മർത്തെ ചാണകം മാത്രം എത്തിയില്ല. ഇത് തിരക്കോട് തിരക്കായിരിക്കും. അപ്പം ഇനി പുതിയ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇടാണ്ട് കേട്ടോ. വൃത്തിയിൽ തന്നെ കിടക്കണ്. പക്ഷെ എന്നാലും പിന്നെ ഇന്നലെ പണിയെടുത്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ചീത്ത അറിയുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എന്താ മുച്ചൂട് ഞങ്ങൾ അടിച്ചു ഒരു രാവിലെ ഒക്കെ അത്രയ്ക്ക് ചപ്പുണ്ട് അല്ലേ മനി? എന്താണെന്നറിയോ, അനിയേട്ടനാണെന്ന് പറഞ്ഞാൽ അനിയേട്ടനാണെങ്കിലോ ഞാനെനിക്ക് അവിടെ നിന്ന് വന്ന് പൽപ്പൊടി എടുക്കാൻ ഒഴിവില്ലാണ് ഓർഡർ കൊടുക്കുന്നത്. ആഹാ, ഇതായി അത് തളച്ചോ? കഴിച്ചു കഴിഞ്ഞിട്ട് വേണം. എന്തിനാ സുകന്യ നീ തേങ്ങ ചെറിയ കൂട്ടിന്? തേങ്ങ ഇല്ലാത്തോടത്ത് ഉപ്പുമാവിന് തേങ്ങ നിർത്തും ചിരകണ്ട. ഏട്ടാ കൂട്ടാൻ വെക്കാൻ എന്താ വാങ്ങുക? കൂട്ടാൻ വെക്കാൻ എന്താ ഉണ്ട്? തേങ്ങ ഉണ്ട്. മീൻ വാങ്ങണ്ട കേട്ടോ. മീൻ വാങ്ങി കഴിഞ്ഞാൽ പാത്രത്തിലൊക്കെ മീനാവില്ല, മീൻ മണം വരും. മീനേ വേണ്ട. എന്താ വേണ്ട? ചിക്കനും ചിക്കന് വാങ്ങുന്ന. അപ്പൊ വൈകുന്നേരത്തെ അവര് വരുമ്പോഴേക്ക് വേറെ കൂട്ടാൻ വെക്കണ്ട. നാളെ ഫുള്ള് ചിക്കൻ അച്ചോ? ഏട്ടാ അത് കുഴപ്പമില്ല. ഏട്ടാ അമ്മയ്ക്ക് തൈര് ഉണക്കമീൻ മാത്രമേ വേണ്ടുള്ളൂ, വേറൊന്നും വേണ്ട. കഴിഞ്ഞ അമ്മയ്ക്ക് ഉണക്കമീൻ മോര് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് മോര് കൂട്ടാൻ വയ്ക്കാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്താ കുമ്പളങ്ങി ഉണ്ടല്ലോ അല്ലമ്മ, വൈകുന്നേരത്ത് നമുക്ക് കുറച്ച് കോഴി വാങ്ങാം. ആയിക്കോട്ടെ, കോഴിയും കുമ്പളങ്ങിയും വെക്കാലമ്മ. അതുപോലെ പേര് വയ്ക്കാൻ വൈകുന്നേരത്ത് വലിയേട്ടനും കുട്ടികളും എല്ലാവരും വരില്ലേ? ഉച്ചയ്ക്ക് നമ്മൾ മാത്രം. ഞാൻ വേറെ വറുത്തോളാം. ഞങ്ങൾ കണ്ടോ അച്ചു കോട്ടനോടോ? അച്ചുവിൻ്റെ മുടി ഒന്ന് വെട്ടിന്നല്ലേ? ഞാൻ തുള്ളിതത്രേ. പാവ സുകന്യയുടെ മുടി മാത്രം വെട്ടിയില്ല. ഞാൻ വെട്ടിത്തരാം സുകന്യ. ഞാൻ ഇന്നലെ ഏട്ടാ ത്രെഡ് ചെയ്യാൻ പോവാൻ വിളിച്ചോട്ടെ അവളെ. ത്രെഡ് ചെയ്യാൻ വിളിച്ചപ്പോൾ എടി വന്ന് ത്രെഡ് ചെയ്യുക പറഞ്ഞപ്പോൾ വൃത്തിയാവില്ല. അപ്പം അവള് അറിയണേ എനിക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ തലവേദനയാണ് പറഞ്ഞു. അപ്പം ഞാനില്ലേ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് ഇന്നലെ എൻ്റെ പിന്നെ ഇടയ്ക്ക് അങ്ങനെ ബ്ലേഡും കൊണ്ടൊക്കെ ചെയ്യും കേട്ടോ. ഇന്നലെ അവിടെ പോയപ്പോൾ അവർ ചോദിക്കുകയാണേ അധികമൊന്നും ഇല്ലല്ലോ ചേച്ചി. പിന്നെ വേറൊന്നും ചെയ്തില്ല കേട്ടോ. ത്രെഡ് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ. ഫേഷ്യൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് തേച്ച് കഴിഞ്ഞ് വെച്ചാൽ എൻ്റെ മുഖം മൊത്തം കുരു വരും. ഇപ്പോഴൊന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തില്ല. അവർ കുറേ പറഞ്ഞു ചേച്ചി ചെയ്യണമെങ്കിൽ ചെയ്തോ ചേച്ചി എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ അമ്മേനെ പേടിച്ചിട്ട് ചെയ്യാതിരുന്നു എന്നല്ല കേട്ടോ. മുഖത്ത് കേട് വരുള്ളൂ വിചാരിച്ച് ചെയ്യാതിരുന്നു. അമ്മ നല്ല ചീത്ത അറിയും, നിങ്ങൾ കാണുന്നവരല്ല. അമ്മേനെ പേടിച്ചിട്ട് ചെയ്യാതിരുന്നതല്ല എന്നാ ഞാൻ പറഞ്ഞത്. അയ്യേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. കത്തിയും കൊണ്ട് കണ്ടോ വെട്ടെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നൊന്നല്ല കേട്ടാ. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് കുരു വരും പറഞ്ഞിട്ട് ചെയ്യാതിരുന്നതാ. പിന്നെ എന്തിനാ പൊന്നും കുടത്തിനൊരു പൊട്ട്?
അല്ലേ സുകന്യെ? പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? കേട്ടിട്ട് തന്നെ ഇല്ല. ഇനി ഏതാ കൊടന്നും മനസ്സിലായിട്ടുണ്ടല്ലോ അവൾക്ക്. കണ്ട അതന്നെ അമ്മ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കൊടേ ഇതാ. കലല്ലേ? കലല്ല കൊടം. ഞാൻ നിങ്ങളുടെ പൊന്നും കൂടല്ല. നിങ്ങൾ സത്യം പറയച്ചല്ലേ, എന്ത് ചെയ്യുമ്പോഴും വേഗം വേഗം. ഓ ചക്ക കൊണ്ട് നോക്ക്. ഞങ്ങൾക്ക് ഇവിടെ പ്ലാവേ ഒരു ഇടിച്ചക്ക. അല്ല വല്ലാത്തൊരു കഷ്ടം തന്നെ. ആ ഇന്നിപ്പോ രാവിലെ പ്ലാവ് മുറിക്കാൻ നിൽക്കണ്ട് പോ. അതെ, ഒരു പേടിയില്ല. പൈപ്പൊന്നും പെടുന്ന എടുക്കാവല്ലേ? റവിയും സേമിയും പാടെ ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ. എന്നാ എവിടെയെങ്കിലും പോണ്ടോ? എവിടേക്കാ വേണമെന്ന് അനങ്ങാൻ സമയമില്ലെന്ന്. ഒന്നൊന്നും റെഡിയല്ല. എല്ലാ 10-25 ദിവസം മുന്നേ ഏൽപ്പിച്ച കാര്യങ്ങളാണ്. ഇത്ര നേരമായിട്ട് ഏത് റെഡി ആയിട്ടില്ല. ഞാൻ ഇതിന്റെ ഒക്കെ പിന്നാലെ ഓടേണ്ടി വരും. അതെന്താ പറഞ്ഞേ, ഇനി ഇതിന്റെ പിന്നാലെ ഓടേണ്ടി വരും. ഇപ്പോ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടത്. നിങ്ങൾ പോയി വെച്ചില്ല? 27 ഇപ്പൊ വിളിച്ചാ എടുക്കണില്ല. എടുക്കല്ലേ? ഇപ്പൊ വിളിച്ചാ എടുക്കണില്ല. ഇല്ലേ? എനിക്കറിയില്ല. തുണിയൊക്കെ കൊണ്ടുവന്നു അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഷർട്ട് ബട്ടൺ സെക്കൻഡ് പോയിട്ട് വരികയാണ്, വൈകുന്നേരത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞാണ്. ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി അവിടെ പണി നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം എന്താ പറയാച്ചിട്ടായിരിക്കും ചിലപ്പോൾ. വരും അങ്ങനത്തെ ആളൊന്നല്ല. ഇന്നിപ്പോ പെങ്ങളും എല്ലാരും ഉച്ചയാകുമ്പോഴേക്കല്ലേ പെങ്ങളൊക്കെ വരും. അപ്പോൾ അവർക്ക് കിട്ടു നോക്കാൻ പാകത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ വേഗം കൊണ്ടുവന്നേരാന്ന് പറഞ്ഞതാ. വരും സമയമാവണല്ലേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല, അതാ പ്രശ്നം. പിന്നാലെ അവർക്ക് സമയമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. എന്തിന്? എവിടെ ചൂലിന് 40 രൂപ. നല്ല അവരോട് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? അതിപ്പോ നന്നല്ലാന്ന് പറഞ്ഞിട്ട് ആരും ഈയാണ് നോക്കി വാങ്ങി. ഇനി ഇത് 2 കൊല്ലം കേടുവരാണ്ടൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഈയാണ് അതിന് ഉത്തരവാദി. ഉപ്മാവ് കഴിച്ചോളി. 40 രൂപ കൊടുത്തല്ലേ? 140? ആഹാ, കല്ലുവിട്ട് നിൽക്കുന്നു. അപ്പോ കുട്ടി ഇവിടെ ഉണ്ടോ? എന്താ കയ്യില് പൊന്നെ? എന്താ കുഞ്ഞു കയ്യില്? എന്താത്? എന്താണ് പറയാന്ന് വയ്യെന്ന്. എവിടുന്നപ്പ തേങ്ങ വിളിക്കുന്നുണ്ടത്? എന്താ പറഞ്ഞവര്? എന്താ? അപ്പൊ ദർശനി സുല്യ നാളെ വന്നാ പോരായിരുന്നില്ലേ? അച്ഛനെടുത്ത് അമ്പഴത്ത് ഇങ്ങോട്ട് വരാൻ പറ. ഉപ്മാവ് വേണ്ടേ? കഴിക്കാറായില്ലേ? എന്താ വേണ്ട? ചോറ വേണ്ട? ഉപ്മാവ് വേണ്ട? വേഗം കുളിക്കും മക്കളങ്ങളെ. അമ്മ കഴിച്ചോ. തുണി അടിച്ചിട്ടുണ്ട് ഇത്ര അമ്മ. അപ്പൊ അത് പോയിട്ട് എന്താ എടുത്തിട്ട് വരാനേ. ഇട്ട് നോക്കാൻ വേണ്ടിട്ടേ. അതിനായിട്ടില്ല. 11 മണിയാകുമ്പോഴേക്കാ പോകാൻ പറഞ്ഞേ. അവിടെ ഉണ്ടേ. ഏട്ടാ ഇതൊന്നും എടുക്കണ്ട. കുഞ്ഞനും കിച്ചുമ്പാടെ എന്താ തോട്ടിന്ന് കൊണ്ടുവന്നതാ അത്. ആരടി ആ അമ്മ ഇതായി പൊളിച്ചത്. കുഞ്ഞനും കിച്ചുമ്പാടെ പോയിട്ട് ഇത് നമുക്ക് തന്നതാണവേ. എന്താണ്? ഒന്നുമില്ല കുഞ്ഞാ. വേഗം കുളിക്ക് നോക്ക്, വേഗം കുളിക്ക്. തുണി അളവ് നോക്കാൻ പോണത് അതാ വിളമ്പി വെച്ചേക്കണ അവിടെ. വിളമ്പി വെച്ചേക്കണേ. എന്താ ചൂല് കനുണ്ടോ? വെയിറ്റ് ഉണ്ടോ?
ഉണ്ട്. ആ ചോറ് മറ്റേ ചൂല് കൊണ്ടാണ് അടിച്ചത്. എത്ര സുഖമായിട്ട് അടിക്കുക. സാമ്പാറുണ്ട്, നല്ലതാണ്. അവിടെ ഉണ്ടാണല്ലോ ചൂല്. അവര് കഴിച്ചിട്ട് രാവിലെ നീക്കാൻ എന്തിനൊക്കെ വൈകിത്ര അവര്. ആ ചൂല് എന്തിനാണ് പല്ലിയൊക്കെ പറ്റില്ല. കുറ്റി വിഷു പോലെ അവര് ഇനിയിപ്പോ വിളിച്ചില്ല. രണ്ടും തേഞ്ഞു പറഞ്ഞു അല്ലേ. കഴിച്ചിട്ട് തിരക്കൂട്ടിയാൽ മതി. ഇടുപ്പിലൊക്കെ ഇത് കെട്ടിയിട്ടാണ് കണ്ട. എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരുങ്ങിയാലും അവസാനം നമ്മൾക്ക് ഒരു തിരക്ക് തന്നെ. നമ്മൾ ഓരോ കാര്യങ്ങൾ അതിന് കണക്കാക്കിയിട്ടാണ് 10-20 ദിവസം മുന്നേ ഓരോരുത്തരെ ഏൽപ്പിച്ചത്. അവസാനം എത്തുമ്പോ പിന്നെ നമ്മളിതേ ആലോചിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ ആലോചിച്ചിരിക്കുന്നവരെന്നല്ലേ. എന്തെങ്കിലും ചെറിയ വയ്യായെന്ന് വെച്ചാൽ വയ്യായേ പറയും. അമ്മയൊക്കെ പറഞ്ഞാൽ പനിയാണ് പറഞ്ഞാലോ അങ്ങനെ ശീലിച്ചിട്ടേ. അല്ല എല്ലാവരുടെയും ശരീരം ഒരേപോലെ തന്നെയാണ്. നമ്മള് പിന്നെ ഇതിനെ കുറിച്ച് ആലോചിച്ച് മാത്രം ഇരിക്കാനല്ല. ബാക്കിയുള്ളവർ പറയില്ല. അവർ 100 കാര്യങ്ങൾക്ക് ഇത് ആണ്. അവിടെ ആ ഉമ്മർത്ത് തളിക്കാനല്ലേ അമ്മ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചോളി. കഴിച്ചിട്ട് മതി. കുറച്ച് കട്ടിയിലെടുത്തോളി. അവിടെ മാറ്റ് ഇടുന്നുണ്ടോ? എവിടെ? അടുക്കളയുടെ ഈ സൈഡ്. അടുക്കള ഈ സൈഡ് മാറ്റില്ല. അവിടെ ഒരു പരിപാടിയില്ല. അതിലെന്താ എന്താ ഇവിടെ പരിപാടി? നിങ്ങളുടെ പരിപാടി തേങ്ങ ഏട്ടാ നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കാൻ സമയമില്ല ഏട്ടാ. ഞാൻ ഇതൊക്കെ കുറേ ദിവസമായാലും ഇതൊക്കെ അഴിക്കണം പറഞ്ഞിട്ട് ഇതൊന്നും അഴിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇന്ന് ഇതൊക്കെ അഴിക്കണം. ആ കേട്ടാ നിങ്ങളമ്മ അപ്പൊ അമ്മ ഒന്ന് കഴിയുന്നിട്ട് കഴിക്കുങ്ങള്. നിങ്ങൾക്ക് പാകം കൊണ്ടുപോകാൻ പറ്റുന്ന എടുത്താൽ മതിട്ടമ്മ. ഞാനെന്താ കുഞ്ഞു കുട്ടിയാണ്. കുറച്ചും കൂടി കട്ടി വേണോ? തിരക്കൂട്ടി വയ്യാതെ ഉണ്ടാവും എല്ലാവരും പാടെ. ഇന്നലെ വൈകുന്നേരത്ത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അമ്മയാണ് അടിച്ച് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളപ്പേക്ക് അവിടെ നിൽക്കുമ്പോഴേക്കും അമ്മ അവിടെ ഒക്കെ അടിച്ചിട്ടിരുന്നു. അതിലിപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. അപ്പോഴേ നമ്മുടെ ഇനിയിപ്പോൾ പന്തലുകാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പന്തലിടും. നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇപ്പോൾ വരും മുന്ന്. അപ്പോൾ ഇടും കേട്ടോ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലും ഇതാ കണ്ടില്ലേ ചണ്ടിയായിട്ടിരിക്കുന്നത്. ചാണകമൊക്കെ കൊണ്ടത് ഇങ്ങനെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ സി യു. നാളെ കാണില്ല. നാളെ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. വരാൻ പറ്റുന്നവരൊക്കെ വരും. നാളെ നമുക്ക് എല്ലാവരും നേരിട്ട് കാണാം അല്ലേ. ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുക. വരാൻ പറ്റുന്നവരൊക്കെ വരിക അല്ലേ. ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് ഉണ്ടാവുക. നാളേക്കുള്ള വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വീഡിയോ ആണ്. നാളെ വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് കേട്ടോ. ഞങ്ങൾ അത്രയും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പറ അപ്പൊ എല്ലാരും വരിക. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റ കൊടുക്കും പൊന്നാ. അവനൊന്നും വേണ്ട. അവനതാ പോകുന്നു.